ആടെ ഉണ്ട്. ഹായ്, ഓക്കെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ പേരെന്താ? ഫുൾ നെയിം? എൻ്റെ എൻ്റെ പേര് മുഹമ്മദ് ഷംസുദ്ദീൻ. മുഹമ്മദ് ഷംസുദ്ദീൻ. ഓക്കെ. എവിടെയാ സ്ഥലം? എന്താ ചെയ്യുന്നത്? സ്ഥലം കൊല്ലമാണ്. ഞാനിപ്പം MCA ചെയ്യുന്നത് കറന്റ്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ കോഴ്സൊക്കെ കഴിഞ്ഞോ അതോ ഇനിയുണ്ടോ? ഇല്ലില്ല, ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെയാണ് നീ ട്രേഡിങ്ങിലേക്ക് എത്തിപ്പെട്ടത്, ഈ ഒരു ജേണി? ട്രേഡിങ്ങിൽ എത്തിപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം എന്നുള്ള രീതിയിൽ വന്നതാ. അപ്പം ആലോചിച്ചപ്പോൾ ട്രേഡിങ് നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് കരുതി ആ, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ യൂട്യൂബൊക്കെ കണ്ടിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത് അതോ അതിനു മുന്നേ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പഠിച്ചിരുന്നോ? ആദ്യമേ ഇങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ഏതെങ്കിലും ഒരു ഇതിൽ നോക്കാം എന്നുള്ള രീതിയിൽ നോക്കി ഇങ്ങനെ വരാൻ നേരത്ത് ഈ ഫ്രീ സിഗ്നൽസ് കൊടുക്കത്തില്ലേ, ആ ഹാ. അങ്ങനെ അങ്ങനെ അവരുമായിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ സംഭവം പഠിച്ചല്ല തുടങ്ങിയത്, ഒരു വേണമെങ്കിൽ ഗാംബ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അവര് ഇത് തരുന്നു, സിഗ്നൽ തരുന്നു, ഞാൻ അതേപോലെ ചെയ്തു. അവിടെ ഇമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ച ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമായിരുന്നു. താഴോട്ട് വെച്ചു. സ്റ്റോപ്പ് ലോസ് ഒക്കെ നല്ല നല്ല രീതിയിൽ അടിക്കുമായിരുന്നു. അത് ശരി. കട്ട് ഗാംബ്ലിംഗ് പോലെയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വാങ്ങാൻ പറഞ്ഞാൽ വാങ്ങാൻ, വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കുക, ലാഭവും നഷ്ടവും ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടമൊന്നുമില്ല. ഓക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പോ SL മാറ്റി വെക്കും, അത്ര. ഓക്കെ, കുഴപ്പമില്ല. സോ സഫയർ എങ്ങനെ കണ്ടെത്തിയപ്പം? സഫയർ ഞാൻ ഇങ്ങനെ നല്ല ലോസിലായിട്ട് ചെയ്തപ്പോ ഞാൻ പിന്നെ ഡെലിവറി ബോയ്ക്കൊക്കെ പോയി, ജോബിന് പോയി. അത് ശരി. അപ്പൊ അവിടെ ഒരു പുള്ളിയെ കണ്ടു. അപ്പൊ ആ പുള്ളി ഇങ്ങനെ നൈസായിട്ട് ചെയ്യുന്ന അറിഞ്ഞു. ഉം, ഉം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും പഠിക്കണം. ഞാൻ ഇതേപോലെ സിഗ്നല് മാത്രം കിട്ടുന്ന ഒരു ചാനലിൽ കയറിയിട്ടാ ഇങ്ങനെ ചെയ്തേ. അപ്പൊ എനിക്ക് ലോസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പഠിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ പുള്ളി എനിക്ക് സജസ്റ്റ് ചെയ്തതാ. അത് ശരി. അതേപോലെ യൂട്യൂബില് ഉണ്ട്, ഇവിടെ ലൈവ് ക്ലാസ് അതേപോലെ ലൈവ് ചെയ്യുന്നുണ്ട്. അതായത് ലൈവായിട്ട് പഠിപ്പിക്കും. ഉം. മീൻസ് പഠിപ്പിക്കുമല്ല, ഈ ട്രേഡ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ അവരുടെ ഒരു ലൈവ് കോഴ്സ് അതിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് വാച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓക്കെ. അപ്പോൾ റെഫറൻസ് ആയിട്ടാണ് വന്നത്. റെഫർ ആയിരുന്നു. ഓക്കെ 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 ഓക്കെ. സോ നിനക്ക് എങ്ങനെ തോന്നുന്നു ലാസ്റ്റ് സഫയറിൽ വന്നതിന് ശേഷം നിന്റെ ട്രെയിനിങ് എക്സ്പീരിയൻസ്? ലൈക്ക് നീ പണ്ട് ഗാംബ്ലിങ് ചെയ്തതും ഇപ്പോൾ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടും എന്ത് തോന്നുന്നു? ട്രേഡിങ് എങ്ങനെയുണ്ട്? സംഭവം ഞാൻ വേറെയും ഓരോ അഡ്വർടൈസ്മെന്റും ഓരോ ഇതിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം 100% ട്രേഡിങ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സഫയറിൽ എനിക്ക് സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവര് ഫസ്റ്റിലെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 100% ആയിട്ടുള്ള ട്രേഡ് സ്ട്രാറ്റജി ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പം അത് എങ്ങനെ നമ്മൾ ആ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നു, അതിലാണ് കാര്യം ഉള്ളത്. അതുമല്ല, ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തു പോവുക. അങ്ങനെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ആയത്. അങ്ങനെ. ഓക്കെ. അതായത് നമ്മുടെ ട്രൂത്ത് സൈഡ് നിന്നോട് കാര്യം ആദ്യം പറഞ്ഞല്ലേ? അതെ അതെ. കാരണം 100 ട്രേഡ് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് 100 ട്രേഡ് എടുക്കാണ്ട് 100 ട്രേഡ് TP അല്ല, അതിനകത്ത് നമുക്ക് ലോസ് കാര്യങ്ങളുണ്ടാവും. അതാണ് റിയൽ ട്രേഡിങ്. ഒരിക്കലും ഇവിടെ റിസ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പം അതിൽ കൂടെ എങ്ങനെ അത് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പം അതിൽ കൺവിൻസ്ഡ് ആയി. അത് കൺവിൻസ് ആയി. ഓക്കെ. സോ എങ്ങനെയുണ്ട് ലാസ്റ്റ് സഫയറിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിനക്ക് എങ്ങനെ തോന്നുന്നു ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? മെയിനായിട്ട് പറയുകയാണെങ്കിൽ മെന്റേഴ്സിന്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ട് എന്ത് മണ്ടത്തരമാണെങ്കിലും, ചിലപ്പോൾ നമുക്ക് പൊട്ട മണ്ടത്തരമായിരിക്കും, എന്നാലും നമ്മളത് ചോദിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് 1, 2, 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഇത് വെറുതെ ലൈവ് ഇട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കൂടെ ഇരുന്ന് നമ്മൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എടുത്തോ, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മളെയും എടുപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റോ ഒന്നും കാര്യങ്ങളും കിട്ടുന്നില്ല. അതെ. അതുമല്ല, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും നിങ്ങൾക്ക് തന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ
അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, താങ്ക് യു സോ പിന്നെ മച്ച്. ഫുൾ ടൈം ആയിട്ടുള്ള ഡിസ്കോഡിൽ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വീക്കിലി ഡിസ്കോഡിൽ ലൈവ് നടത്തുന്നുണ്ട് ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ. അപ്പം അതൊക്കെ ബെസ്റ്റ് ആയിട്ട് തോന്നി. സോ നീ സാറ്റിസ്ഫൈഡ് ആണോ ഓൾ ഓവർ സഫയറിൻ്റെ അകത്ത്? 100%. ഓക്കെ, സോ നിനക്ക് ബെസ്റ്റ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ സഫേറിൻ്റെ അകത്തുനിന്ന്? ബെസ്റ്റ് സൈഡ് എന്താണെന്നല്ല, അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള കമ്മ്യൂണിറ്റീനെ വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുന്ന എന്താ തോന്നുന്നുണ്ടോ? അതായത് മെയിൻ ആയിട്ട് ലൈവ് തന്നെ. അതായത് ലൈവിൽ ഇരുന്ന് അപ്പോഴപ്പോഴുള്ളത് ഡൗട്ട് ആണെങ്കിലും എല്ലാം നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് എത്ര വട്ടം ചോദിക്കാൻ പറ്റാം. കറക്റ്റ് വേയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഓക്കേടാ, താങ്ക് യു സോ മച്ച്. എന്തായാലും നിൻ്റെ ഈ ഒരു ടൈമിൽ നീ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇപ്പം മാറ്റി വെച്ചതിന്. ആൻഡ് മോർ ഓവർ ഇപ്പം പോകുന്ന പോലെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. എന്തായാലും നമ്മളുള്ളിടത്തോളം കാലം നിങ്ങളുടെ കൂടെ നമ്മളെല്ലാ ടൈമും ഉണ്ടാവും. ഡൗട്ട്സ് വന്നാൽ ഓപ്പണായി ചോദിക്കുക. ഏത് സെഷനിലും മെൻറ്റേഴ്സ് ഇല്ലെങ്കിൽ പോലും ഡിസ്കോഡിൽ ഇട്ടാൽ മതി. ഏതെങ്കിലും മെൻറ്റർ വന്നിട്ട് അത് ക്ലിയർ ആക്കി തരും. ഓക്കെ, പിന്നെ ഇപ്പോൾ ട്രേഡ് ഇപ്പോൾ സെറ്റായിട്ട് പോകുന്നില്ല? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? പോകുന്നുണ്ട്. ഇമോഷൻസ് ഇമോഷൻസിൽ ഓക്കെ ആയി, ഭയങ്കര പക്കയായി. സെറ്റ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ട്രേഡ് പ്രോഫിറ്റ് അടിച്ചാലും ഒരേ ഇമോഷൻ, ലോസ് അടിച്ചാലും ഒരേ ഇമോഷൻ. അതായി. ഓക്കെ, അല്ലാതെ നമുക്ക് പണ്ടുള്ള പോലെ ആ $100 $200 അല്ലെങ്കിൽ $50 ആ ക്രേസി മൈൻഡൊക്കെ പോയി കിട്ടി. അതായത് ചില ദിവസങ്ങളിൽ ലോസ് അടിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്. ഇതിപ്പോ SL അടിച്ചാലും TP അടിച്ചാലും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതാണ്. കറക്റ്റ് ആ റിസ്ക് മാനേജ് ചെയ്ത് ആ പെർസെൻറ്റേജ്, അതായത് നമ്പേഴ്സ് മാറ്റി വെച്ചിട്ട് പെർസെൻറ്റേജ് നോക്കിയിട്ട് പോവാം. അതെ. ഓക്കെ, അപ്പോൾ ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. എന്തുണ്ടെങ്കിലും സെയിം ഇപ്പോഴുള്ള പോലെ തന്നെ ഡിസ്കോഡിൽ ആക്റ്റീവ് ആവുക, ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, സെറ്റായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ബൈ. ഓക്കെ, ഞാൻ